നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട CPIM തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി നൽകി. ജില്ലയിലെ പ്രധാന പാതയായ നാടുകാണി പരപ്പനങ്ങാടി റോഡിൽ മമ്പുറം ബൈപ്പാസിലാണ് അപകട ഭീഷണി ഉയർത്തി മഹാഗണി മരമുള്ളത്. മരം ഏതു സമയവും പൊട്ടിവീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ റോഡിലൂടെ കടന്നുപോകുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും തൊട്ടടുത്ത വീടിനും കെട്ടിടത്തിനും ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണിയാണ്. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ പൊതുമരാമത്ത് വകുപ്പിലും ഫോറസ്റ്റിലും നഗരസഭയിലും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്നാണ് പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട CPIM തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഇതിന്റെ പരിസരത്ത് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മറ്റു മരങ്ങളുമുണ്ട്. നമ്മുടെ ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത്. ഇത് ഇലക്ട്രിക് 3 ഫേസ് ലൈൻ പോണ സ്ഥലത്ത് 2 മഹാഗണി മരങ്ങൾ ഏത് സമയവും അതിലേക്ക് വീഴാന്നുള്ളത്. തൊട്ടടുത്തൊരു ഷെഡുണ്ട്, അതിനോടൊപ്പം തന്നെ വീടുകളുണ്ട്. പിന്നെ ഏത് സമയവും ജനവാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇത് മഴ പെയ്ത് വെള്ളം തൂങ്ങി നേരെ ഇലക്ട്രിക് ലൈനിലേക്കാണ് വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഇതിന് ബന്ധപ്പെട്ട അധികാരികളെ പേരിൽ അധികാരികളോട് ഇത് പരാതിയായിട്ട് 2022 പരാതി കൊടുക്കാം. നമ്മുടെ ഇവിടെ ഉള്ള പ്രവർത്തകർ 2022 പരാതി കൊടുത്തു. 23 കഴിഞ്ഞ് 24 പകുതിയായി. ഇപ്പോഴും അധികാരികളായിട്ട് PWDൻ്റെ അധികാരികളായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് കരാറായിട്ടുണ്ട്, പിന്നെ ലേലം വിളിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു അപകടം നമ്മൾ കണ്ടതാണ്. മരം ഇടിഞ്ഞ് വീണിട്ട് എല്ലാ ഇലക്ട്രിക് ലൈനിലും കൂടി പൊടിഞ്ഞു പോയി. അതിനെക്കാട്ടി വലിയ രീതിയിലുള്ള അപകടം നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇതും നമ്മൾ അവരുടെ അധികാരികളുടെ ഇടയിൽ ബന്ധപ്പെട്ടു. എത്രയും വേഗം പെട്ടെന്ന് ഇതിന് ഒരു നടപടി എടുത്തുകൊണ്ട് ഈ മരം മുറിച്ച് മാറ്റാൻ നാട്ടുകാരിവിടെ തയ്യാറാണ്. നിങ്ങളൊരു പെർമിഷൻ കൊടുത്താൽ മതി, ബന്ധപ്പെട്ട അധികാരികൾ ഒരു പെർമിഷൻ കൊടുത്താൽ മതി. അതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കിക്കൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് പറയാം. 2022 ഇതിന് പരാതി കൊടുത്തിരുന്നത് മുറിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ പോയി, ഫോറസ്റ്റിൽ PWD പോയി, അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ ഫയൽ വന്നു. അടുത്ത ആഴ്ച മുറിക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരം വേറെ മുറിച്ചു പോയി. ഇതേ ഡിവിഷനിൽ തന്നെ അപ്പുറത്ത് തീക്കാനാർ ആ ഭാഗത്തൊരു മരം മുറിച്ചു പോയി. ഇതിന് അടുത്ത് തന്നെ ആൾ വരും എന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല ആള്. മരം ഏതു സമയത്തും പൊട്ടിവീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ റോഡിലൂടെ കടന്നു പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും തൊട്ടടുത്ത വീടിനും കെട്ടിടത്തിനും ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണി ഉയർത്തുന്നതിനാൽ മരം മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.